സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എയും അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂലുള്ള പൈൻ സ്ക്രിപ്റ്റ് ടൂളും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഓട്ടോമേറ്റഡ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ആയിരിക്കും പോസ്റ്റ് ചെയ്യണത്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും ആൻഡ് മൺഡേ ടു ഫ്രൈഡേ ഡെയിലി നമ്മൾ ലൈവ് ട്രേഡിങ്ങും ഈ ഒരു ചാനൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് യൂസ് ഓഫ് ഡാറ്റ ഇൻ സെക്കൻഡ്സ്. അതായത് നമ്മൾ നോർമലി ഒരു സ്ട്രാറ്റജി, അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ലൈവ് മാർക്കറ്റിലോട്ട് അല്ലെങ്കിൽ ലൈവ് ക്യാപിറ്റലിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും ഒരു നോർമലി ആൾക്കാർ അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ. കാരണം നമ്മുടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയിലുള്ള നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഫെയിലിംഗ് സ്ട്രാറ്റജി ആണോ, അല്ലെങ്കിൽ അതൊരു വിന്നിംഗ് സ്ട്രാറ്റജി ആണോ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം, പ്രോപ്പറായിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. ബട്ട് ഒരു 1 ഇയർ ഡാറ്റയുടെ കേസ് എടുക്കുവാണെങ്കിൽ അത് നമ്മൾ മാനുവലി ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അതായത് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ എടുക്കും ഈ ഒരു ഇയേഴ്സ് ഓഫ് ഡാറ്റ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പല ആൾക്കാരും ഇത്രയും ടൈം എടുക്കണമുണ്ട്. അപ്പോൾ ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ആൾക്കാർ കാണിക്കാറുണ്ട്. ഡയറക്റ്റ്ലി നേരെ ലൈവ് മാർക്കറ്റിലോട്ട് പോകും, പ്രോപ്പറായിട്ട് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ പൈൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളും ഉണ്ട്. അപ്പോൾ അത് രണ്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയർ ഡാറ്റയൊക്കെ നമുക്കൊരു സെക്കൻഡ്സിൽ നമുക്കത് പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വിന്നിങ് റേറ്റ് എത്രയാണ്, ആൻഡ് അതുപോലെ തന്നെ അത് എത്ര ട്രേഡ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈം പീരീഡിൻ്റെ അകത്ത്, ആൻഡ് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ട്രേഡിംഗിലൂടെ എന്താ പറയുക, പ്രോ വേർഷൻ എന്ന് വേണ്ട, ട്രേഡിംഗിലൂടെ ബേസിക് വേർഷനും നമുക്കൊരു ടൂൾ, അതായത് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ക്ലോട്ട്, ഈ ഒരു ടൂൾ മതിയാകും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ടൂളിലോട്ട് വരാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചാറ്റ് ജി പി ടി ആണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ള കാര്യം ഈ ഒരു ടൂളിനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ട്രാറ്റജി ഈ ഒരു ചാറ്റ് ജി പിനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതായത് നിങ്ങൾക്ക് പുതുതായിട്ടൊരു സ്ട്രാറ്റജി ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് സ്ട്രാറ്റജി ചാറ്റ് ജി പി ടിക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ ചാറ്റ് ജി പി ടിക്ക് കൊടുക്കാൻ പോവാണ്. ഒരു ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ നേരത്തെ അതവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ്: ഗോൾഡ് ട്രെൻഡ് പുൾ ബാക്ക് സ്ട്രാറ്റജി 15 മിനിറ്റ് ഓർ 1 അവർ. എൻട്രി വരുന്നത് 15 മിനിറ്റ് അല്ലെങ്കിൽ 1 അവറിലാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞത് ഐഡൻറ്റിഫൈ ട്രെൻഡ്. അതായത് 200 EMA എബോവ് ആണെങ്കിൽ ഒരു ബൈയിങ് ട്രെൻഡ് ആയിരിക്കും, 200 EMA ബിലോ ആണെങ്കിൽ സെല്ലിംഗ് ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, അതായത് 200 EMA മുകളിലാണെങ്കിൽ നമ്മൾ ബൈ ആയിരിക്കും നോക്കുന്നത്, 200 EMA താഴെ ആണെങ്കിൽ നമ്മൾ സെൽ ആയിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ഒരു ബൈ സെറ്റപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈസ് പുൾസ് ബാക്സ് ടു 20 EMA തിരിച്ചു വന്നിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുവാണെങ്കിൽ നമ്മളൊരു ബൈ സെറ്റപ്പ് എടുക്കും. സെൽ സെറ്റപ്പ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 20 EMA പ്രൈസ് റിട്രേസ് ചെയ്ത് വന്നതിന് ശേഷം ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുവാണെങ്കിൽ നമ്മൾ സെല്ലായിരിക്കും നോക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ബൈയിലോട്ട് വരുന്ന സമയത്ത് എൻട്രോൺ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ്, SL ബിലോ പുൾ ബാക്ക് ലോ 2 hour ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. ആൻഡ് സെല്ലിലോട്ട് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി നമുക്കിത് ചാറ്റ് ജി പി ടിക്ക് കൊടുക്കുകയാണ്. ഇത് ഞാൻ ചോദിക്കുവാണ്, വാട്ട് യു തിങ്ക്, എന്താ പറയണ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടിക്ക് കൊടുത്തിട്ടുള്ള ചാറ്റ് ജി പി ടിയോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ഡിസ്ക്രിഷണറി ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി ഇറ്റ്സ് എ സോളിഡ് ബിക്കോസ് ഇറ്റ്സ് കീപ് തിങ്സ് സിമ്പിൾ. ഓക്കെ, ഗോൾഡിലാണ് ആൻഡ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇത് എനിക്കൊരു പ്രോംപ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ എടുക്കാം. ഒരു സാധനം ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഒന്നുമില്ല, അതിൻ്റെ ഒരു പൈൻ സ്ക്രിപ്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പറയണം, മീൻസ് ജനറേറ്റ് ചെയ്യാൻ പറയണം. പൈൻ കോഡ് മീൻസ് അതൊരു കൈൻഡ് ഓഫ് ഒരു കോഡാണ്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ജനറേറ്റ് എ പൈൻ സ്ക്രിപ്റ്റ് സ്ട്രാറ്റജി ഫോർ ട്രേഡിംഗ് വ്യൂ ദാറ്റ് ഫോളോസ് ദിസ് റൂൾസ് ആൻഡ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് ബാക്ക് ടെസ്റ്റിംഗ് മെട്രിക്സ്. ഓക്കെ, അതായത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രേഡിംഗ് വ്യൂവിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഒരു പൈൻ കോഡ് ഡെവലപ്പ് ചെയ്യാനാണ് ഞാനിവിടെ ചാറ്റ് ജി പി ടിയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ഒരു
പൈൻ കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹിയർ ഈസ് എ കംപ്ലീറ്റ് ട്രേഡിംഗ് വ്യൂ പൈൻ സ്ക്രിപ്റ്റ് വേർഷൻ 5 സ്ട്രാറ്റജി ഇംപ്ലിമെന്റിംഗ് യുവർ ഗോൾഡ് ട്രെൻഡ് പുൾ ബാക്ക് സ്ട്രാറ്റജി വിത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൈൻ കോഡ് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ബേസിക്കലി ഇതെന്ത് ചെയ്യാം, ഇതൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലോട്ട് വരാം. ട്രേഡിംഗ് വ്യൂവിൽ നമ്മുടെ ഗോൾഡിൻ്റെ ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടൈം ഫ്രെയിം എടുത്ത് വെക്കും. ഇപ്പോൾ ഞാൻ ഒരു 50 മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ റൈറ്റ് സൈഡ് നോക്കി എൻ്റെ ആ ഒരു ഫേസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ ആ ഒരു മൈൻ സ്ക്രിപ്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ ആ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രേഡിംഗ് വ്യൂയുടെ ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റ് നോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഏരിയയിലായിട്ട് ഓക്കെ, ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബോട്ടം റൈറ്റ് സൈഡിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൈൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ കേസർ കൊണ്ടുവച്ചിട്ടുള്ള പൈൻ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് കോഡ്. നോർമലി ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാണ്, നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഓൾ സെലക്ട് കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ, ഇവിടെ ഞാൻ ഇത് നേരത്തെ ഞാൻ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്യാണ്. എൻ്റെ ഇവിടെ നമ്മളിവിടെ ചാറ്റ് ജിപിടിയിൽ കോപ്പി ചെയ്തിട്ടുള്ള ഈ പൈൻ കോഡ് ഉണ്ടല്ലോ, പൈൻ കോഡ് ഇവിടെ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, ആഡ് ടു ചാർട്ട് എന്ന് പറയുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ആൻഡ് ആഡ് ടു ചാർട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് കാണാം, ആ ഒരു സ്ട്രാറ്റജി ഡിപ്ലോ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ PNL നോക്കിക്കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 2026 തൊട്ട് ജൂൺ 2026 വരെ നമുക്കൊരു 365 ഡേയ്സ് കൊടുത്തോക്കാം. ഓക്കെ, 365 ഡേയ്സ് വരുമ്പോൾ നമുക്കിത് വേണം, ഏത് പ്രീമിയം വേണം. ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 2026 തൊട്ട് ജൂൺ 15 വരെയുള്ള ഡാറ്റയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് 7 ഡേയ്സ് ഓക്കെ, അത് മീൻസ് നമുക്കത് ചെയ്യേണ്ട സമയത്ത് മീൻസ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അവിടെ കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർച്ച് തൊട്ട് ജൂൺ, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ, ഒരു 3-4 മന്ത്സിലുള്ള ഡാറ്റയാണ് നമുക്കിവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് ഒരു 3 മന്ത്സ് നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ ഇത് പറഞ്ഞത്, ഒരു -5% ആണ് നമ്മുടെ ടോട്ടൽ ഇത് പറഞ്ഞത്. ഇപ്പോൾ ടോട്ടൽ ട്രേഡ്സ് നോക്കി ഒരു 438 ട്രേഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ വിന്നിങ് റേഷ്യോ പറഞ്ഞത്, പ്രോഫിറ്റബിൾ ട്രേഡ്സ് പറഞ്ഞത് 32% ആണ്. ഓക്കെ, ഇത് ലാസ്റ്റ് 3 മന്ത്സ് ഡാറ്റയാണ്, 1 ഇയർ ഡാറ്റയൊന്നും അല്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ട്രേഡിംഗ് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ അത് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുതിയൊരു സ്ട്രാറ്റജി ചാറ്റ് ജിപിടിയിലോട്ട് ഞാൻ ഒന്നുകൂടെ വരുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറേറ്റ് ന്യൂ സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോർ XAU USD that is profitable. എന്നിട്ട് എന്ത് ചെയ്യാം, കൊടുക്കുക. ഇപ്പോൾ നോ സ്ട്രാറ്റജി ക്യാൻ ബി ഗ്യാരണ്ടീഡ് ടു ബി പ്രോഫിറ്റബിൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജി ഇവിടെ തന്നിട്ടുണ്ട്. ജനറേറ്റ് പൈൻ സ്ക്രിപ്റ്റ് ഫോർ ബാക്ക് ടെസ്റ്റിംഗ്. സോ അതിൻ്റെ ഒരു പൈൻ സ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് ഞാൻ ഇവിടെ ഒന്ന് കോപ്പി ചെയ്യട്ടെ. സോ പൈൻ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യാം, നേരെ നമ്മുടെ ട്രേഡിംഗ് വ്യൂയിലോട്ട് വരാം. സോ ട്രേഡിംഗ് വ്യൂയിലോട്ട് വന്നതിന് ശേഷം അതിവിടെ പേസ്റ്റ് ചെയ്യുക, ഒന്ന് റീഫ്രഷ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയും
ഇത് എക്സിക്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു മാർച്ച് ടു ജൂൺ 15 ഒരു -6%ലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഹിസ്റ്ററിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോ വേർഷൻ എടുക്കും, ട്രേഡിംഗ് വ്യൂ പ്രീമിയം എടുക്കേണ്ടതായിട്ട് വരും. സോ പ്രീമിയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചധികം ഡാറ്റാസ് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് സിംപ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആൻഡ് അതിൻ്റെയൊക്കെ എൻട്രീസ് നമുക്ക് ഇവിടെ ചാർട്ടിലോട്ടോ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻഡിക്കേറ്റർ രീതിയിൽ നമുക്ക് ആഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ലോങ് വന്നിട്ടുണ്ട്, ഇവിടെ ലോങ് എക്സിറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബൈ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, ഇവിടെ എക്സിറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ട്രേഡിംഗ് വ്യൂ പ്ലസ് AI കമ്പൈൻ ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ ഡാറ്റയൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഒരുപാട് വട്ടം ഫ്രീ വേർഷൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് അധികം ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റാസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലോട്ട് ചോദിക്കാം. ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ നമ്മളൊരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ അതിൻ്റെ അകത്ത് ഈ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.